കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പുണ്യസ്മരണയായ ഓടപ്പൂവിന്റെ നിർമ്മാണത്തിനും വിതരണത്തിനും ദേവസ്വം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കൊട്ടിയൂരിൽ ഉയരുന്നത്. ശിവന്റെ ജടയായും ദക്ഷന്റെ താടിയായും സങ്കല്പിക്കപ്പെടുന്ന ഓടപ്പൂവ് നിർമ്മിക്കാൻ ദേവസ്വത്തിന്റെ പ്രത്യേക അനുമതിയോ ലൈസൻസോ വേണമെന്ന ഉത്തരവിനെതിരെ ഹിന്ദു ഐക്യവേദിയും നാട്ടുകാരും ചേർന്ന് മന്തഞ്ചേരിയിൽ നിന്നും കൊട്ടിയൂർ ദേവസ്വം ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. എന്നാൽ മാർച്ച് ദേവസ്വം ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. പാരമ്പര്യമായി ഈറ്റയിൽ വിസ്മയം തീർക്കുന്ന പ്രാദേശിക നിർമ്മാതാക്കളുടെയും ഭക്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ഷാജി ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ഈ ഉത്സവം നടത്തുന്ന ഈ ക്ഷേത്ര പരിസരത്തുള്ള വിശ്വാസികൾക്ക് ആണ്ടിൽ ഒരു ചെറിയൊരു വരുമാനം അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാനും അതിനുവേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ചെറിയൊരു വരുമാനം അതിൽ കൈ കടത്തുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് ശരിയല്ല. ദേവസ്വത്തിന്റെ ഏകപക്ഷീയമായ ഈ നീക്കം പാരമ്പര്യ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഹിന്ദു ഐക്യവേദിയും നാട്ടുകാരും ആരോപിക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷം എടുത്തുകൊണ്ടിരുന്ന പണിയല്ല, ആ പണിയെല്ലാം അങ്ങനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുന്ന പണിയാണ്. തലമുറകളായി വ്രതശുദ്ധിയോടെ ഓടപ്പൂവ് നിർമ്മിച്ചു നൽകുന്നവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്ന നിയമങ്ങൾ പിൻവലിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കൊട്ടിയൂരിലെ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി ഓടപ്പൂവിന്റെ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്ന ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനാണ് ഹിന്ദു ഐക്യവേദിയുടെ മുന്നോട്ടുള്ള ആലോചന. പോലീസ് മാർച്ച് തടഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഹിന്ദു ഐക്യവേദിയുടെയും പ്രാദേശിക കൂട്ടായ്മകളുടെയും തീരുമാനം. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം വ്യാപിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഓടപ്പൂവ് വിവാദം കത്തുന്നതോടെ വരാനിരിക്കുന്ന ഉത്സവ സീസണിലെ ആചാരങ്ങളെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് തീർത്ഥാടകർ. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.